സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുക എന്ന സൗദിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് കായിക മന്ത്രിയും സൗദി ഒളിമ്പിക് പാരാലിമ്പിക് കമ്മിറ്റി ചെയർമാനുമായ അമീർ അബ്ദുൽ അസീസ് ബിൻ തുർക്കി ബിൻ ഫൈസൽ അറിയിച്ചു. ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാൻ സമർപ്പിച്ച സൗദി ഫയലിന്റെ വിശദാംശങ്ങൾ ഫിഫ വെളിപ്പെടുത്തിയ അവസരത്തിലാണ് കായിക മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 2034 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള സൗദി അറേബ്യയുടെ ശ്രമത്തിന് നൽകുന്ന പ്രത്യേക ശ്രദ്ധയ്ക്കും മികച്ച പിന്തുണയ്ക്കും സൽമാൻ രാജാവിനും കിരീടാവകാശിക്കും കായിക മന്ത്രി നന്ദിയും അറിയിച്ചു. ഖത്തറിൽ ജൂൺ 1 ആരംഭിച്ച ഗതാഗത നിയമലംഘന പിഴകളിൽ 50% ഇളവ് അനുവദിക്കുന്ന പദ്ധതി ഈ ഓഗസ്റ്റ് 31 അവസാനിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഗൾഫിലേക്കും ചുറ്റുപാടുകളിലേക്കും യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ട്രാഫിക് ലംഘനങ്ങൾ സംബന്ധിച്ച പുതിയ നിയമങ്ങൾക്കും നടപടിക്രമങ്ങൾക്കുമൊപ്പം മെയ് മാസത്തിലാണ് ട്രാഫിക് പിഴകളിൽ ഇളവ് അവതരിപ്പിച്ചത്. താമസക്കാർ, സന്ദർശകർ, ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ പൗരന്മാർ എന്നിവർക്കാണ് ഇളവിന് അർഹതയെന്നും മന്ത്രാലയം അറിയിച്ചു. 3 വർഷത്തിൽ കൂടാത്ത കാലയളവിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ട്രാഫിക് ലംഘനങ്ങൾക്കാണ് കിഴിവ് ബാധകം. അതേസമയം 2024 സെപ്റ്റംബർ 1 മുതൽ എല്ലാ പിഴകളും കുടിശ്ശികയുള്ള പേയ്മെന്റുകളും അടയ്ക്കുന്നതുവരെ ഗതാഗത ലംഘനമുള്ള വ്യക്തികളെ ഏതെങ്കിലും അതിർത്തികളിലൂടെ ഖത്തറിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. വടക്കൻ ബാത്തിനയിൽ കടയിൽ ഇലക്ട്രോണിക് പേയ്മെന്റ് നടത്തുന്നു എന്ന വ്യാജേന കടക്കാരനെ കബളിപ്പിച്ച വ്യക്തിയെ ഒമാൻ റോയൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിനയിലെ ഒരു കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ വ്യക്തി സാധനങ്ങൾ വാങ്ങിയ ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓൺലൈനായി പണമടയ്ക്കാമെന്ന് പറഞ്ഞ് കടക്കാരനെ കബളിപ്പിക്കുകയായിരുന്നു. പ്രതിക്കെതിരെ തുടർ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. സീബ് വിലായത്തിലെ അൽസഫിനാത്ത് പ്രദേശത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ ഒരാൾ മുങ്ങിമരിച്ചു. 4 പേരെ റോയൽ ഒമാൻ പോലീസ് രക്ഷപ്പെടുത്തി. ബുധനാഴ്ച 5 അംഗ സ്വദേശി സംഘം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടമുണ്ടായതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കടലിൽ കുളിക്കുന്നതിനും ബീച്ച് പ്രദേശങ്ങളിൽ ഇറങ്ങുന്നതിനും നിബന്ധനകളും നിർദ്ദേശങ്ങളുമായി പോലീസ് രംഗത്തെത്തി. സമുദ്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാവരും ഒരുപോലെ പാലിച്ചിരിക്കണം, ജാഗ്രതയിലായിരിക്കുകയും വേണം, നീന്തുമ്പോൾ കുട്ടികളെ നിരീക്ഷിക്കണം, കഴിവതും ഇത്തരം അപകടകരമായ പ്രദേശങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുക എന്നിവ നിർദ്ദേശങ്ങളായി പോലീസ് അറിയിച്ചു. 8ാമത് ഒമാനി തിയേറ്റർ ഫെസ്റ്റിവൽ സെപ്റ്റംബർ 22 മുതൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒമാനി സൊസൈറ്റി ഫോർ ഫൈൻ ആർട്സിൽ സാംസ്കാരിക, കായിക, യുവജനങ്ങൾക്കായുള്ള മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സെയ്ദ് സൗദ് ബിൻ സുൽത്താൻ അൽ ബുസൈദിയുടെ അധ്യക്ഷതയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. വിവിധ അറബ്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള 30ഓളം അതിഥികൾ പങ്കെടുക്കും. ഫെസ്റ്റിവലിൽ ചർച്ചാ പാനലുകൾ, കലാപരമായ ശില്പശാലകൾ, കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള നാടക പ്രകടനങ്ങൾ, മികച്ച വീഡിയോ, മികച്ച തിയേറ്റർ പോസ്റ്റർ എന്നിങ്ങനെ അവാർഡുകളും നൽകും. ഒമാനി നാടക കലാകാരന്മാരെ ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും പരിപാടി. വയനാട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 300 കടന്നു. എന്നാൽ 189 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിൽ 85 പുരുഷന്മാരും 76 സ്ത്രീകളുമാണുള്ളത്. 107 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. 100 മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടുകെട്ടി. 225 പേർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ ശേഷം 3 ദിവസങ്ങളിലായി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ജീവനോടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി ഉന്നതതല യോഗം വിലയിരുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. മുണ്ടക്കൈ, അട്ടമല ഭാഗങ്ങളിൽ ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയില്ലെന്ന് കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ VT മാത്യു യോഗത്തെ അറിയിച്ചു. ഒറ്റപ്പെട്ട ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. വീടുകൾ ഉൾപ്പെടെ 348 കെട്ടിടങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചതെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ അറിയിച്ചു. ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കൈ ചൂരൽമലയുമായി ബന്ധിപ്പിക്കാൻ പുഴയിൽ സൈന്യത്തിന്റെ ഇരുമ്പ് പാലത്തിന്റെ പണി പൂർത്തിയായത് നിർണായകമായി. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഓഗസ്റ്റ് 2-ന് 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. തൃശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലാണ് അവധി. മിക്ക സ്ഥലങ്ങളിലും പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയാണ് അവധി നൽകിയിരിക്കുന്നത്.
അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒമാൻ എയറിന്റെ ബോർഡിംഗ് ഗേറ്റുകൾ ഇനി വിമാനം പുറപ്പെടുന്നതിന്റെ 40 മിനിറ്റ് മുന്നേ അടയ്ക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പുതിയ സംവിധാനം ഓഗസ്റ്റ് 4 മുതൽ പ്രാവർത്തികമാകും. എന്നാൽ ചെക്ക് ഇൻ നടപടികൾ പതിവ് പോലെ തന്നെ നടക്കുമെന്നും വിമാനം പുറപ്പെടുന്നതിന്റെ 60 മിനിറ്റ് മുന്നേ അവ നിയന്ത്രിക്കപ്പെടുമെന്നും ഒമാൻ എയർ അധികൃതർ വ്യക്തമാക്കി. സുഗമമായ യാത്രാ സാഹചര്യങ്ങൾക്കായി ബോർഡിംഗ് ഗേറ്റുകളിൽ യാത്രക്കാർ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്നും ഓഗസ്റ്റ് 4 മുതൽ പുതിയ സംവിധാനം നടപ്പിലാക്കുമെന്നും എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി അറിയിക്കുന്നതായും അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാനിലെ ദാഹിറ, ദാഖ്ലിയ, സൗത്ത് ബാത്തിന, മസ്കറ്റ് എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ മഴ പ്രതീക്ഷിക്കാമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. മഴയുടെ തീവ്രതയിൽ പല സ്ഥലത്തും വ്യത്യാസങ്ങളുണ്ടാകും. ചില സ്ഥലങ്ങളിൽ നേരിയ തോതിലും ചില സ്ഥലത്ത് കനത്ത തോതിലുമായിരിക്കും മഴ പെയ്യുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അത്തരം പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മരുഭൂമി പ്രദേശങ്ങളിൽ കനത്ത പൊടിക്കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. വിനോദസഞ്ചാരത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന സൗദി അറേബ്യയിൽ ഫാഷൻ ഷോകളും അനുബന്ധ പരിപാടികളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സംഘാടകർക്ക് അധികൃതരുടെ നിർദ്ദേശങ്ങൾ. രാജ്യത്തിന്റെ സാംസ്കാരിക മാനദണ്ഡങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി മാത്രമേ ഫാഷൻ ഷോകളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പരിപാടികളും സംഘടിപ്പിക്കാവൂ എന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ഈ വ്യവസ്ഥകൾ പാലിക്കുന്നവർക്ക് മാത്രമേ പരിപാടി നടത്താൻ അനുമതി ലഭിക്കൂ എന്നും അധികൃതർ വ്യക്തമാക്കി. ഫാഷൻ ഷോകളിൽ പങ്കെടുക്കുന്ന മോഡലുകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അവരുടെ ശരീരഭാഗങ്ങൾ അമിതമായി വെളിപ്പെടുത്താത്ത രീതിയിലുള്ളതായിരിക്കണമെന്നതാണ് വ്യവസ്ഥകളിലൊന്ന്. പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടിന് അനുസൃതമായിരിക്കണം അവ. വസ്ത്രധാരണത്തിൽ അവരുടെ വികാരത്തെ മാനിക്കണമെന്നും സൗദി ഫാഷൻ കമ്മീഷൻ അറിയിച്ചു. ഇതിനു പുറമെ പൊതുസമൂഹത്തിന്റെ അഭിരുചിക്ക് നിരക്കാത്ത രീതിയിലുള്ള ചിത്രങ്ങളോ രൂപങ്ങളോ അടയാളങ്ങളോ ഉൾക്കൊള്ളുന്ന വസ്ത്രങ്ങൾ ഷോയിൽ പങ്കെടുക്കുന്നവർ ധരിക്കരുതെന്ന നിർദ്ദേശവുമുണ്ട്. കേരളത്തിൽ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിലുള്ള UAE പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ ഇന്ത്യയിലെ UAE നയതന്ത്ര കാര്യാലയത്തിന്റെ അറിയിപ്പ്. താഴ്വാരങ്ങളും വെള്ളച്ചാട്ടങ്ങളും സന്ദർശിക്കാൻ കേരളത്തിലേക്ക് പോയ UAE പൗരന്മാർ യാത്ര ഒഴിവാക്കണം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് എത്തിയിരിക്കുന്നത്. കേരളത്തിലുള്ള UAE കോൺസുലേറ്റ് ജനറൽ സാമൂഹിക മാധ്യമത്തിലൂടെയാണ് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയത്. അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിച്ചിരിക്കണം. ദുബൈയിൽ അവധിയാണ്. സ്കൂൾ വെക്കേഷൻ സമയമായതിനാൽ പൗരന്മാർ എല്ലാവരും തന്നെ യാത്രയിലാണ്. ഉയർന്ന സ്ഥലങ്ങളും താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും കാണാൻ വേണ്ടി ഈ സമയങ്ങളിൽ പലരും യാത്ര പോകാറുണ്ട്. അത്തരത്തിലേക്ക് കേരളത്തിലേക്ക് യാത്രയ്ക്കായി എത്തിയവർ ജാഗ്രത പാലിക്കണം എന്നാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ പൗരന്മാർക്കായി പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാം. കുവൈറ്റിൽ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കുള്ള പിഴ പല മടങ്ങ് വർദ്ധിക്കും. രാജ്യത്തെ റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കുന്ന പുതിയ ട്രാഫിക് നിയമത്തിന്റെ ഭാഗമായാണിത്. പുതിയ നിയമ ഭേദഗതി അന്തിമഘട്ടത്തിലാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്യൂരിറ്റി മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അറിയിച്ചു.